ഇനി പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് സിജുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിൽ പ്രതികൾ പിടിയിലായി. പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവറും ക്ലീനറുമായ ഷോളയൂർ സ്വദേശി റെജിൻ മാത്യു, ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് എന്നിവരാണ് പിടിയിലായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐഷുത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, നേരത്തെ തന്നെ ഈ ദൃശ്യങ്ങളടക്കം വലിയ തോതിൽ പുറത്തു വന്നതാണ്, വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയവുമാണ്. ഈ പ്രതികളെ പിടികൂടുമ്പോൾ അവരുടെ പ്രതികരണം ലഭ്യമാകുന്നുണ്ടോ? അവരെന്താണ് ഇതിൽ പറയുന്നത്? അഭിലാഷ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് അട്ടപ്പാടി ആദിവാസി യുവാവ് ആയ സിജു തങ്ങളുടെ പിക്കപ്പ് വാഹനത്തിന് മുന്നിൽ മനഃപൂർവ്വം ചാടിയെന്നും അതിനുശേഷം മദ്യപിച്ച് ബഹളമുണ്ടാക്കി തങ്ങളുടെ പിക്കപ്പ് വാനിന്റെ ചില്ല് തകർത്തു എന്നും ഒക്കെയായിരുന്നു ഈ പ്രതികളുടെ പരാതിയിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ ആദ്യം പോലീസ് ഭാഷ്യവും അതുതന്നെയായിരുന്നു. ഈ സിജു മനഃപൂർവ്വം ബഹളമുണ്ടാക്കി, മദ്യപിച്ച് ബഹളമുണ്ടാക്കി പിക്കപ്പ് വാനിന്റെ ചില്ല് തകർത്തു എന്നൊക്കെയായിരുന്നു. പിന്നീട് പ്രതിഷേധങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സിജുവിന്റെ മൊഴി അടക്കം പോലീസ് രേഖപ്പെടുത്തുന്നതും. അതിലാണ് ഇപ്പോൾ പിന്നീട് കൂടുതൽ അന്വേഷണം നടന്നത്. അതായത് ഈ സിജു വഴിയെ നടന്നു പോകുന്നതിനിടെ കാല് വഴുതിയാണ് ഈ പിക്കപ്പ് വാഹനത്തിന് മുന്നിൽ വീഴുന്നത്. അതിനുശേഷം ഈ പ്രതികൾ ഇരുവരും, ഈ പിക്കപ്പ് വാനിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഈ സിജുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം കയറ് കൊണ്ട് കെട്ടി റോഡിലൂടെ വലിച്ചഴിച്ച് പിന്നീട് സമീപത്തെ ഒരു വൈദ്യുത പോസ്റ്റിൽ കെട്ടിയിടുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം സമീപവാസികളാണ് പിന്നീട് സിജുവിനെ ഈ തൂണിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തുന്നതും ആശുപത്രിയിൽ എത്തിക്കുന്നതുമൊക്കെ. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പിന്നീട് നടന്നത്. കാരണം പോലീസ് ഈ പ്രതികളുടെ ഭാഗത്ത് മാത്രമാണ് കേട്ടത്, സിജുവിന്റെ ഭാഗം കേട്ടില്ല, എന്താണ് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തിയില്ല എന്നൊക്കെ ആരോപിച്ച് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനൊടുക്കമാണ് ഇപ്പോൾ പ്രതികളെ രണ്ടുപേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഉടൻ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതികൾ ഇപ്പോഴും പറയുന്നത് ഈ സിജു, അട്ടപ്പാടി ആദിവാസി യുവാവായ സിജു വാഹനത്തിന് മുന്നിൽ മനഃപൂർവ്വം ചാടുകയായിരുന്നു. അതിനുശേഷം ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ മദ്യപിച്ച് ബഹളമുണ്ടാക്കി വാഹനത്തിലേക്ക് കല്ലെറിഞ്ഞപ്പോഴാണ് തങ്ങൾ മർദ്ദിച്ചത് എന്നതാണ് ഈ പ്രതികളുടെ പരാതിയിൽ പറയുന്നത്. എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. അഭിലാഷ്, ഇതിൽ ഷംന ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്ന് ആദിവാസി യുവാവാണ് ഇപ്പോൾ മർദ്ദനത്തിന് ഇരയായത് എന്നുള്ളതാണ്. അതും പ്രാകൃതമാകുന്ന തരത്തിൽ കെട്ടിയിടുന്നു എന്നുള്ളതാണ്. നേരത്തെയും ഇത്തരത്തിൽ വലിയ തോതിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു മധുവിൻ്റേത്. മോഷണം ആരോപിച്ചായിരുന്നു കെട്ടിയിട്ട് ഒടുവിൽ മധുവിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. ഇപ്പോഴും ഈ ആദിവാസികളോടുള്ള സമീപനവും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിലാണ് ഈ സംഭവം എന്നതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നുമുണ്ടല്ലോ. തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ്. കാരണം മധുവിനെ അത്ര പെട്ടെന്നൊന്നും കേരളം മറക്കുന്നതല്ല. മധുവിനോട് ചെയ്ത ക്രൂരതയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. സമീപ പോലെ സ്ഥലത്ത് തന്നെ ഈ മധുവിന് സമാനമായ ഒരു കേസ് കൂടി ഉണ്ടാകുന്നു. അതായത് ഒരു ആദിവാസി യുവാവിനെ എന്താണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ ഒന്നും ചോദ്യം ചെയ്യാതെ അയാളെ ക്രൂരമായി മർദ്ദിക്കുക. അതും മധുവിന്റെ കേസിൽ ഭക്ഷണം മോഷ്ടിച്ചു എന്ന പേരിലായിരുന്നെങ്കിൽ ഇത് സിജുവിന്റെ കാര്യത്തിൽ പിക്കപ്പ് വാൻ മുന്നിൽ ചാടി എന്നത്, ഇനിയിപ്പോൾ അത് മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ഇത്തരത്തിൽ ക്രൂരമായ ഒരാളെ മർദ്ദിക്കാമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് അഭിലാഷ്. ഒപ്പം തന്നെ ഇയാളെ കയറുകൊണ്ട് കെട്ടിയിട്ട് അതിനുശേഷം റോഡിലൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോയി പിന്നീടാണ് സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിടുന്നത്. അതായത് വളരെയധികം ക്രൂരമായ ഒരു മർദ്ദനം തന്നെ സിജുവിന് നേരിടേണ്ടി വന്നു. ഒപ്പം തന്നെ സിജുവിന്റെ മുഖത്തടക്കം ഈ നിരവധി പാടുകളുണ്ട്, ആക്രമിച്ചതിന്റെ പാടുകളുണ്ട്, കയറുകൊണ്ട് കെട്ടിയിട്ടതിന്റെ പാടുകളുണ്ട്. ഇങ്ങനെ വളരെ ക്രൂരമായ ഒരു മർദ്ദനം ആദിവാസി യുവാവിന് നേരിടേണ്ടി വരുന്നു. ഇപ്പോഴും ഈ ആദിവാസി യുവാക്കൾക്ക് നേരെ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ താഴെക്കിടയിൽ നിൽക്കുന്നവർക്കെതിരെ ഉണ്ടാവുന്ന അവരോടുള്ള ഒരു മനോഭാവം, അവരോടുള്ള ഒരു അക്രമ സ്വഭാവം, ഇതൊക്കെ ആണ് ഏറ്റവും വലിയ വിമർശനത്തിന് ഇടയാക്കുന്നതും. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഒരു നടപടി, ആദ്യഘട്ടത്തിൽ പോലീസ് ഈ പ്രതികളുടെ ഭാഷ്യമാണ് എടുത്തത്, പ്രതികൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, സിജുവിന്റെ ഭാഗം കേട്ടില്ല, സിജുവിന്റെ മൊഴി എടുത്തില്ല എന്ന
തരത്തിലുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സിജുവിന് നീതി കിട്ടുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ആശ്വാസകരം. പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. ഈ സമീപവാസികളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ സമീപവാസിയായ യുവാവാണ് സിജുവിനെ ഇങ്ങനെ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷം ഇയാളാണ് ആശുപത്രിയിൽ എത്തിക്കുന്നതൊക്കെ. അപ്പോൾ ഇവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുമെന്നുമാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷ്. യെസ്, വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കേരളം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വിഷയം തന്നെയാണിത്. ആദിവാസികളോടുള്ള സമീപനം, ആദിവാസി യുവാവിനോടുള്ള സമീപനം എന്നത് വലിയ തോതിൽ കേരളത്തിന് നാണക്കേട് കൂടിയാകുന്ന സാഹചര്യം കൂടിയാണ്. അതായത് യുവാവിനെ വാഹനത്തിന് കുറുകെ ചാടി, അത് ബോധപൂർവമായി ചാടി വാഹനം തല്ലി നശിപ്പിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപത്തിൻ്റെ പുറത്താണ്. എങ്കിൽ പോലും ഒരു യുവാവിനോട് ഇത്തരത്തിലാണോ പെരുമാറേണ്ടത് എന്ന ചോദ്യം, അതും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനോട് ഈ ദൃശ്യങ്ങളിലടക്കം അത് പ്രകടമാണ്. സൈക്കോ എന്നൊക്കെ ഇംഗ്ലീഷിൽ തന്നെ പറയാൻ അതിനുള്ള ഇത് ബോധം ഉണ്ടാവില്ല.